ഹലോ ഗായ്സ്, ഞാനിന്ന് തൃശ്ശൂർ പോകാൻ വേണ്ടി രാവിലെ നേരത്തെ എഴുന്നേറ്റിരിക്കുകയാണ്. കാരണം തൃശ്ശൂർ പൂരത്തിന് അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പിറ്റേ ദിവസമാണ് പോകുന്നത്. അപ്പോൾ 12 മണി വരെ പൂരമുണ്ടെന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ പിറ്റേ ദിവസം പോകാമെന്ന് വെച്ചു. അങ്ങനെ ബസ്സിലാണ് പോയത്. അങ്ങനെ രാവിലെ നേരത്തെ ഇറങ്ങിയ കാരണം കൊണ്ട് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തൃശ്ശൂർ എത്തിയപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നടക്കുകയാണ് ചെയ്തത് അമ്പലത്തേക്ക്. അങ്ങനെ വെയിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ വീശിറി ഉള്ള കാരണം കൊണ്ട് ഞങ്ങൾ വീശിയിട്ടൊക്കെ നടന്നത്. അങ്ങനെ അവിടെ എത്തി. ഇന്ന് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. വലിയ തിരക്കില്ലെങ്കിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ അവിടെ പൂരം നിരത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടു. കുറച്ച് നേരം അവിടെ അതൊന്ന് കണ്ടു. പിന്നെ വെയിലായതുകൊണ്ട് അധികം നേരം നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടേക്ക് പോന്നു. അമ്പലത്തിൻ്റെ അവിടേക്ക് തണലുള്ളതുകൊണ്ട് അമ്പലത്തിൽ കയറാമെന്ന് വെച്ചാൽ പക്ഷേ അമ്പലത്തിൽ കയറാൻ പറ്റില്ല. 5 മണിക്കാണ് നട തുറക്കാമെന്ന് പറഞ്ഞ കാരണം കൊണ്ട് കയറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ മതിലിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വന്ന് നിന്നു പൂരം വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം അവിടെ നിന്നപ്പോഴേക്കും പൂരം ഇവിടേക്ക് കയറി വന്നു. അങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇത് കണ്ടു. അത്യാവശ്യം തിരക്കുണ്ട്. എന്നാലും ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു. പിന്നെ ഈ പൂരത്തിൻ്റെ ഇടയിൽ ഈ കുടമാറ്റമൊക്കെ കുറേ കാണാൻ പറ്റി. കാരണം തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് അധികം കുടം മാറ്റിയില്ല എന്നാണ് ആൾക്കാർ പറഞ്ഞത്. പിന്നെ ഞാൻ ഈ ഒരു കമ്പിയം വന്നിട്ട് കാണുന്നുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല കാലുവേദന ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പൂരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വെള്ളമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നല്ല ചൂടായതുകൊണ്ട് തണുത്തുള്ളൊക്കെ മേടിച്ചിട്ടതായേ. അവിടെ ഞങ്ങൾ നേരെ കഞ്ഞി കുടിക്കാനാണ് വന്നത്. പാറമേക്കാവിൻ്റെ അവിടെ കഞ്ഞി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് കുടിക്കാൻ വേണ്ടിയാണ് വന്നത്. നല്ല ചൂടായതുകൊണ്ട് കൊടയൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ കയറി. അപ്പോൾ എൻ്റെ വലിയച്ഛനും വലിയമ്മ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ അനിയനെ കണ്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ കഞ്ഞി കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞാൻ നേരെ ബസ്സിൽ കയറി ഇരിഞ്ഞാലോടേക്ക് പോകാൻ വേണ്ടി നേരെ ബസ്സിൽ കയറി. അങ്ങനെ ഞങ്ങൾ ഇരിഞ്ഞാലോടെ എത്തി ഒരു ഷേക്കൊക്കെ കുടിച്ചു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്